ഇവിടെ ജമീല ടീച്ചർ പറയുന്നത് ഇവിടെ ഇത് മുമ്പ് നടത്തിയിരുന്ന സുന്നി മൗലവിമാർ വരെ ഒരു പെൺകുട്ടിനെ അടിക്കുകയാണെങ്കിൽ ശരീരം സ്പർശിക്കലില്ല, വടികൊണ്ട് അടിക്കാന്നല്ലാതെ കൈകൊണ്ട് അടിക്കലില്ല. ഇത് കാലിൻ്റെ തുടയിലും കൈമലും ഒക്കെ കൈ കൊണ്ടാണ് അടിക്കുന്നത്. അങ്ങനെ വളരെ ക്രൂരമായി അവശരാവുന്ന വിധത്തിൽ അടിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് കഷ്ടപ്പെടുത്തി ഇടങ്ങാറാക്കുകയാണ്. അവസാനം ഇപ്പോൾ എത്തിച്ചേർന്നത് ആ പെൺകുട്ടി വിവാഹമോചിതയായി വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ വിവാഹം മുടക്കണ ജിന്ന്, ഉള്ള വിവാഹം പിരിക്കണ ജിന്ന്, ഇതെല്ലാം കൂടി എങ്ങോട്ടത് എത്തിക്കുക? പിന്നെ ജിന്നിന് കുട്ടി ഉണ്ടാക്കണ പിന്നെ മനുഷ്യർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്ന ജിന്ന്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണുള്ളവർ. ഇവർ ഈ ചെയ്യുന്ന സംഗതികൾക്ക് എന്തെങ്കിലും ഒരു രേഖ ഖുർആനിൽ ഹദീസിൽ ഉദ്ധരിക്കാൻ അവർക്ക് കഴിയും? ഇതിന് വല്ല തിരുത്തുണ്ടോ? ഇവിടെ അബ്ദുറഹ്മാൻ സലഫിയായ അതൊക്കെ തിരുത്തിപ്പോയി, ഒരു പ്രശ്നമില്ല എന്ന നിലക്ക് ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ. എന്തെങ്കിലും ഒരു തിരുത്ത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുമോ? എവിടെങ്ങൾ തിരുത്തി? എന്താ തിരുത്തിയത്? മാത്രമല്ല ജമീൽ ടീച്ചർ പറയുന്നത് 4 മാസത്തോളമായി ഈ കുട്ടിയെ ഈ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നാ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര ഉണ്ടാവും? ഇത് ബുക്കുടിൻ്റെ അനുഭവമാണ്. ഇത് തുടങ്ങിയിട്ട് എത്ര കാലം ഉണ്ടാവും? ഇപ്പോഴാണ് ശംസുദ്ദീൻ തന്നെ ഈ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി തിരുത്തി തരാൻ ഈ സാധനം കൊടുക്കുന്നത്. അതിനെന്താ? യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാതെ. അപ്പം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലെ അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ മാർഗവും എന്താണോ അത് മുഴുവനും വിസ്മരിച്ചുകൊണ്ട് ചില പുതിയ മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ പുതിയ മാർഗം? പഴയ ആ യാഥാസ്ഥികത തന്നെ. അതിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി ചോദിക്കണ്ടല്ലോ, ഇതെന്തിനാ ഞങ്ങൾ അങ്ങാടി പറയണത്? ഇതെന്തിനാ ഞങ്ങൾ കൊണ്ടുനടക്കണത്? എന്താ നമുക്ക് ഇതുകൊണ്ട് ഗുണം? പരലോകത്ത് ഗുണമുണ്ടോ? ദുനിയാവിൽ ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഗുണം നമ്മൾ പറയുന്നത് എന്തിനാ? മുജാഹിദ് പ്രവർത്തകരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു കാരണവശാലും പോയിക്കൂടാൻ കരുതിയിട്ടാണ്. മാത്രമല്ല ഇവിടെ ഇനിയും ചികിത്സന്റെ കുറേ സംഗതികളുണ്ട്. 1-2 ഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇവിടെ നിന്ന് എഴുതിയേക്കുന്ന ആൾ പിന്നെ വേച്ച് പോകുന്നതും അങ്ങനെ പല അസ്വസ്ഥത കാണിക്കുന്നതാണ്. ചില ആൾക്കൊന്നും ഉണ്ടാവില്ല, ചിലർ അസ്വസ്ഥത കാണിക്കുന്ന കാണാറുണ്ട്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ 2 രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ആളുകൾ വരുമ്പോഴേ തന്നെ ഇതിങ്ങനെ ഓരോ കെട്ടിടും. ഈ കെട്ടിടുന്ന വെറും ഭൗതികമായ കെട്ടാണ്, മന്ത്രിച്ചോ ഊത്തിയോ കെട്ടല്ല. പക്ഷെ കെട്ടുകൊണ്ടുള്ള എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ വെച്ചാൽ പലപ്പോഴും പോകാമെന്ന് പറയുമ്പോൾ എന്നാൽ പോവും എന്ന് പറയുമ്പോൾ കെട്ടിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞാൽ കെട്ടിട്ട് പോകാൻ പറഞ്ഞാൽ അഴിച്ചുവിടെന്ന് പറയും. അങ്ങനെ അഴിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ കെട്ടഴിക്കാതെ ഷെയ്ത്താന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് കാരണം. പിന്നെ നമ്മൾ കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഒഴിഞ്ഞു കളയും. അപ്പോൾ ഒരു ലക്ഷണമൊന്നും കാണിക്കില്ല. അതുകൊണ്ട് ലക്ഷണം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ കുറേ ഓതിക്കഴിയുമ്പോഴെങ്കിലും ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുക. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ കെട്ടിട്ടിട്ട് ഊതുക എന്നുള്ള ഷിർക്കിൻ്റെ പരിപാടികൾ അതിനകത്തില്ല. വെറും ഭൗതികമായ ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള ഡോർ അടച്ചിട്ട് കള്ളനെ അകത്ത് തിരയുന്നത് പോലെ ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ തലയിൽ കൈ വെച്ചിട്ട് വലത് ചെവിയിൽ ഓതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസ് ഒന്നും കൊണ്ടിട്ട്, കടലാസെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പൊന്നും ഉപയോഗിച്ച് പോകുക. കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസാകുമ്പോൾ കടലാസങ്ങ് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും. അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ല, പല രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും ഈ രോഗിക്ക് പൈശാചിക ബാധകളാണ്. അപ്പോൾ നമ്മൾ അവരോട് എന്ത് ചെയ്യും? ചില പ്രത്യേക ചില ഈ ആയത്തുകൾ ഓതാൻ പറയും. അതുപോലെ സൂറത്ത് ബക്കറ വീട്ടിൽ ഓതാൻ പറയും. അങ്ങനെ അവർക്ക് ജീവിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ ആയത്തുകൾ റെക്കോർഡ് ചെയ്ത കാസറ്റ് കൊടുത്തിട്ട് നിങ്ങൾ 2-3 സമയം അല്ലെങ്കിൽ എത്രയും സമയം പരമാവധി കേൾക്കാൻ വേണ്ടി പറയും. അങ്ങനെ ക്രമേണ അവരുടെ ശരീരം പിശാചിന് വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറും. ഏതുപോലെ? ഇപ്പോൾ നമുക്ക് നനഞ്ഞ മണ്ണിൽ നാഞ്ഞൂളുണ്ടാവും. പക്ഷെ മണ്ണിങ്ങനെ ചൂടായി ഉണക്കി വന്ന നാഞ്ഞൂൾ അത് നനഞ്ഞ മണ്ണനുസരിച്ച് വേറെ പോകും. എന്നതുപോലെ അയാൾ ഒരു സത്യവിശ്വാസിയായി മാറുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന, ജമാഅത്ത് നമസ്കാരം പങ്കെടുക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പിശാചിന് വസിക്കാൻ കഴിയില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ സിഹിറാണെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കും. ഉദാഹരണമായിട്ട് കറുത്ത നിറത്തിൽ, ചുവന്ന നിറത്തിൽ, മഞ്ഞ നിറത്തിലൊക്കെ ചിലപ്പോൾ ഛർദ്ദിച്ചത് ബാത്തിലായി പോകും. ചിലപ്പോൾ ഇറച്ചി കഷ്ണങ്ങൾ ഒക്കെ ഛർദ്ദിച്ച്, എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇറച്ചി കഷ്ണം സാബർത്തുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅല ഇബ്നു മുർറ ഉദ്ധരിക്കാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു. ഫറഅയ്തു ബിൻ ഷൈഅൻ അജബ, ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു. എന്താണ് ഹദീസിൽ അറിയോ? വാത്തത്തുഹു ഇംറാത്തുൻ, നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ മുൻദു 7 സിനീൻ, എന്റെ ഈ കുട്ടിക്ക് 7 വർഷമായിട്ട് ഒരു തരം ബാധയുണ്ട് നബിയെ.
യൗഖുദു കുല്ല യൗമിൻ മറത്തൈനി, ഓരോ ദിവസം 2 തവണയെങ്കിലും അവനെ ഇത് പിടികൂടുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂൽ പറഞ്ഞ അദ്നിഹി, അവന്റെ അടുത്തേക്ക് ഇരുത്തു. ഫഅദൻതുഹു മിൻ, ഞാൻ അതിനെ അടുത്തിരുത്തി. ഫതഫല ഫീഹി, ആ കുട്ടിയുടെ വായിൽ നബി തുപ്പി. വഖാല ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. റവാഹുൽ ഹാക്കിം വസഹഹു വവാഫഖഹു ദഹബി. ഈ പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ വയറ്റിപ്പഴപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ജിന്നു കൂടുന്നത്, സിഹിർ ബാധിക്കുന്നത്, എന്നിട്ട് ഇയാളുടെ ചികിത്സാ രീതികൾ, തുപ്പണ ചികിത്സ, അടിക്കണ ചികിത്സ, കെട്ടണ ചികിത്സ, അങ്ങനെ ഒരുപാട് ചികിത്സകൾ. ഇതിലും അധികവുമുള്ള ആരെയാണ്? സ്ത്രീകളെയാണ്. ചികിത്സയൊക്കെ സ്ത്രീകളാണ്. അവരല്ലോ സ്ത്രീയാവുമ്പോൾ മറ്റേ കടലാസ് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഓടക്കോയൽ മന്ത്രം നടത്തണം. ഞാൻ ഇത്തരം പരിപാടികൾക്ക് എന്ത് രേഖയാണ് നിങ്ങൾ ഇസ്ലാം എന്ന് പറയണം? അത് നമുക്ക് മനസ്സിലാത്തത്. മാത്രമല്ല അവർ തിരുത്തി പറഞ്ഞാൽ ഇത് ഈ സംഭവം തിരുത്തിനോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി ഇവിടെ വന്നോ? ഇവർ 3-4 മണിക്കൂർ ഒരു പ്രോഗ്രാം വെച്ചിട്ട് പരമാവധി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാരൊക്കെ വരുത്തിച്ചിട്ട് ഇവിടെ പ്രസംഗിച്ച വിഷയത്തിന് ഈ നാട്ടുകാർക്ക് കൃത്യമായി മറുപടി ലഭിക്കുന്ന എന്തെങ്കിലും സംഗതി പറഞ്ഞോ? അതോ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വാചകസരത്ത് എത്തിപ്പോയോ? അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുകയും മറുപടി പറയാതിരിക്കുകയും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യാം.